എല്ലാവർക്കും ഡൈ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ കാർ ഡീറ്റെയിലിംഗ് ആൻഡ് പോളിഷിംഗ് ആണ്. അതിനായി കുറച്ച് സാധനങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഷീബ സ്ക്രാച്ച് റിമൂവർ, ഇതാണ് പോളിഷിങ്ങിനായി ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ടർട്ടിൽ വാക്സ്, പോളിഷിംഗ് കഴിഞ്ഞ് വാക്സ് ചെയ്യുന്നതിനായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഗ്ലാസ് ക്ലീനർ, ഗ്ലാസ്സിൽ ഉണ്ടായിരിക്കുന്ന സ്പോട്ടുകൾ അതുപോലെ മറ്റു കാര്യങ്ങൾ, മങ്ങൽ ഇതെല്ലാം മാറ്റുന്നതിനായിട്ടാണ് ഇത്. പോളിഷ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ട ബാക്ക് ഡിസ്ക് ആണിത് വിത്ത് കൺവെൻഷൻ ലിവർ. അതുകൂടാതെ ഇത് ഫോം പാഡാണ്, 2 എണ്ണം. ഇത് വുളൻ പാഡാണ്. നമുക്കൊരു പോളിഷർ മെഷീൻ ആവശ്യമാണ്. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു നോർമൽ ഡ്രില്ലിംഗ് മെഷീനാണ്. ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് കീ ചക്ക് നല്ലപോലെ ലൂസ് ചെയ്യുക. അതിനുശേഷം കൺവെൻഷൻ ലിവർ ഫിക്സ് ചെയ്യണം. കീ ഉപയോഗിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം പോളിഷിങ്ങിന് ആവശ്യമായ ബാക്ക് ഡിസ്ക് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നു. അത് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഈ ബാക്ക് ഡിസ്കിൻ്റെ വെൽക്രോയിലാണ് നമ്മുടെ പോളിഷിംഗ് പാഡ്, ഫോം പാഡ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് ഫോം പാഡാണ്, സാധാരണ ഉപയോഗിക്കുന്ന സോഫ്റ്റ് പാഡാണ്. ഫിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ പുറത്ത് ഇതുപോലെയുള്ള പാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ പോളിഷ് ചെയ്യുമ്പോൾ മാറിക്കിട്ടും. ആദ്യം കാറിൻ്റെ ഗ്ലാസ് പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്യണം. അതിനുശേഷം പോളിഷ് കാറിൻ്റെ പെയിൻ്റുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫൈബറുള്ള ഭാഗത്തോ ഗ്ലാസ്സിലോ പോളിഷ് ആകരുത്. ഈ പോളിഷ് ഇതിനോടൊപ്പമുള്ള ഈ ചെറിയ ഫോം പാഡ് ഉപയോഗിച്ച് മാനുവലി അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഡ്രില്ലിംഗ് മെഷീന് പകരം പോളിഷിംഗ് മെഷീനോ ആംഗിൾ ഗ്രൈൻഡറോ ഉപയോഗിക്കാം. RPM കുറഞ്ഞ മെഷീനുകളാണ് പോളിഷിംഗ് ചെയ്യുവാൻ ഏറ്റവും നല്ലത്. കൂടാതെ പോളിഷ് ചെയ്യുമ്പോൾ അധികം പെയിൻറ്റിൽ പ്രസ് ചെയ്യുവാൻ പാടില്ല. അത് പെയിൻറ്റ് ഡാമേജ് ആകുവാൻ കാരണമാകും. പാഡിൻ്റെ എല്ലാ ഭാഗത്തും പോളിഷ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ ഫോം ഉപയോഗിച്ച് ഇത് എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുക്കുക, അല്ലെങ്കിൽ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്.
കാർ പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഡസ്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നല്ലതുപോലെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അതുപോലെ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് വാക്സിങ് പോളിഷിങ് ഒക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ഇതിലുള്ള സ്ക്രാച്ചസ് എല്ലാം പോയിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് വാക്സിംഗ് ആണ്. പോളിഷിങ് കഴിഞ്ഞ് പെയിൻറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് ടർട്ടിൽ കളർ മാജിക് വാക്സാണ്. ഇത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ കളർ അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയും. ഇനിയും നമുക്ക് എങ്ങനെ വാക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. റൗണ്ടായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. പെയിൻ്റുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുക, ഫൈബറിലാകാതെ സൂക്ഷിക്കുക. വാക്സ് ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ലീൻ ചെയ്യാവൂ. നമുക്ക് കാണാൻ കഴിയും വാക്സ് ഒരു വെളുത്ത കളറിൽ തെളിഞ്ഞു വരുന്നത്. അപ്ലൈ ചെയ്ത വാക്സ് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തുടയ്ക്കാൻ പോവുകയാണ്. തുടയ്ക്കുന്ന ഭാഗത്ത് നല്ല തിളക്കം ഉണ്ടാകുന്നുണ്ട്. മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് വേണം തുടയ്ക്കുവാൻ. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ് പോളിഷിംഗ് ആണ്. ഗ്ലാസ് പോളിഷിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസ്സിന് ചുറ്റുപാടുമുള്ള ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റോ പേപ്പറോ ഉപയോഗിച്ച് കവർ ചെയ്യണം. ഗ്ലാസ് പോളിഷിങ്ങിനായി ഞാൻ ഉപയോഗിക്കുന്നത് Q4ൻ്റെ ഈസി ഡ്രൈവാണ്. ഇത് നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുക കൂടാതെ ഉൾവശത്തും അപ്ലൈ ചെയ്യണം. പോളിഷ് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യേണ്ട വിധം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമായി ഫോം പാഡ് ഉപയോഗിച്ചാണ് ഇത് ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഫോം പാഡിലേക്ക് ഗ്ലാസ് പോളിഷ് കുറച്ച് എടുക്കുക. അതിനുശേഷം ഗ്ലാസ്സിൽ റൗണ്ടായോ അല്ലെങ്കിൽ സ്ക്വയറായോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ പാർട്ടായിട്ട് വേണം ചെയ്യാൻ. ഫോം പാഡ് ഉപയോഗിച്ച് ഗ്ലാസ് ഏരിയ മുഴുവൻ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. ഇതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ഉൾഭാഗവും ചെയ്യണം. എന്നാൽ മാത്രമേ അകത്ത് നിന്ന് നമുക്ക് ക്ലിയറായി കാണുവാൻ സാധിക്കുകയുള്ളൂ.
ഡീറ്റെയിലിംഗ് കഴിഞ്ഞാൽ നമ്മുടെ കാറിന് മിറർ ഫിനിഷ് കിട്ടിയിരിക്കുകയാണ്. ഇതുപോലെ തിളക്കം നിലനിർത്താൻ മാസത്തിൽ ഒരു തവണ വാഷ് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ. തുടർന്നും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.